Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എവിടെ വരെ എടുത്തു നിർത്തിയത്? ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ വരെയല്ലേ എടുത്തു നിർത്തിയത്? ഓക്കെ, നെക്സ്റ്റ് വൈ അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ അവിടെ വരെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ CGHSന്റെയും ECHSന്റെയും ഒക്കെ എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് വൺ ആണ് വൈ അക്രഡിറ്റേഷൻ. ഒരു സ്ഥാപനം എന്തിനു വേണ്ടിയാണ് ഒരു അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറിലേക്ക് കടക്കാനായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നോക്കിയേ, അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് എൻഷുർ എ ക്വാളിറ്റി ഇൻഡെക്സ് ഫോർ ഹെൽത്ത് കൺസ്യൂമേഴ്സ്. അതായത് ആരോഗ്യ ഉപഭോക്താക്കൾക്കായി ഒരു ക്വാളിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഗുണനിലവാര സൂചിക നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ അവിടെ വരുന്ന ഓരോ കൺസ്യൂമേഴ്സിനും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കൺസ്യൂമേഴ്സിനും അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആ ഒരു സ്ഥാപനത്തിൽ നിലനിർത്തുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് അവിടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. And a rising number of hospitals in India are turning to accreditation agencies worldwide to both standardize their protocols and protect their international quality of healthcare delivery. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ മുൻപത്തെക്കാളും ഇപ്പൊ ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അക്രഡിറ്റേഷൻ ഏജൻസികളെ സമീപിച്ച് ഇതുപോലെ അംഗീകാരങ്ങൾ നേടാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്. അത് ഇതിനു വേണ്ടിയാ സ്റ്റാൻഡർഡൈസ് ദിയർ പ്രോട്ടോകോൾ, അവരുടെ ആ ഒരു സ്ഥാപനത്തിലെ പ്രോട്ടോകോൾസ് നിലവാരമുള്ളതാക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദിയർ ഇന്റർനാഷണൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി, അവരുടെ ആരോഗ്യ പരിചരണ വിധാനവുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര ഗുണനിലവാരം സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങള് നമ്മുടെ അക്രഡിറ്റേഷൻ ഏജൻസിയെ സമീപിക്കുകയും ആ ഒരു അംഗീകാരം ലഭിക്കാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഒരു അംഗീകാരം ലഭിച്ച സ്ഥാപനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഹെൽത്ത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ ഉപഭോക്താക്കൾക്ക് അത് എന്തിനെ കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നുണ്ട്? അവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നല്ല ഗുണനിലവാരത്തിലുള്ള പരിചരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് എന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സൂചകമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളും അക്രഡിറ്റേഷൻ ഏജൻസിയെ സമീപിക്കുകയും അതുവഴി അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം അത് അവരുടെ സ്ഥാപനത്തിന്റെ പ്രോട്ടോകോൾസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിലവാരമുള്ളതാക്കി മാറ്റാൻ, അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ രീതിയിൽ ഒരു അന്താരാഷ്ട്ര രീതിയിൽ അവരുടെ ആരോഗ്യ പരിചരണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു നല്ല അന്താരാഷ്ട്ര ഗുണനിലവാരത്തിലേക്ക് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് താല്പര്യത്തോടുകൂടി കടക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് അട്രാക്ട് ഫോറിൻ പേഷ്യൻസ്. വിദേശ രോഗികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകർഷിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഒരു വിദേശ രോഗികള് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവര് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകൾ അവർ എന്ത് ചെയ്യാറുണ്ട്? സെർച്ച് ചെയ്ത് നോക്കും അല്ലെ. അവർ നോക്കും ഏത് ഹോസ്പിറ്റലിലാണ് നല്ല ഫെസിലിറ്റികൾ കിട്ടുക, അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളിലേക്കായിരിക്കും അവർ പോവുക. സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. ഇവിടെ അട്രാക്ട് ഫോറിൻ പേഷ്യൻസ്, വിദേശ രോഗികൾ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണം ആരാണ് കൊടുക്കുന്നത്? അപ്പൊ അവിടെ അവർ ഒരു കാര്യം കൂടി മാനദണ്ഡമായിട്ട് നോക്കുന്നത്
അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ എന്ന് അപ്പോഴും ഒരു മാനദണ്ഡമായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ക്വാളിറ്റി കെയറും ഒക്കെ ഇതിന് കൊടുക്കും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഫോറിൻ ആയിട്ടുള്ള വരുന്ന വിദേശ രോഗികളെ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന ആ ഒരു പേരിന്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആകർഷിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് ക്വാളിറ്റി അഷ്വറൻസ് help improves effectiveness, efficiency and in cost containment and accountability and the need to reduce error and increase safety in the system. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് that helps improve effectiveness. അപ്പൊ നല്ല രീതിയിൽ അവിടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അതിലൂടെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമത, ഫലപ്രാപ്തി മുതലായവ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും. ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറാൻ സാധിക്കും. ആൻഡ് ദ നീഡ് ടു റെഡ്യൂസ് എറർ ആൻഡ് ഇൻക്രീസ് സേഫ്റ്റി ഇൻ ദ സിസ്റ്റം. അപ്പൊ ഓരോ സംവിധാനങ്ങളിലെയും എറേഴ്സ്, അവിടെ ഉണ്ടാകുന്ന പിശകുകളെ കുറയ്ക്കാനും കൂടുതൽ സേഫ്റ്റി നമുക്ക് ആ ഒരു സംവിധാനത്തിൽ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ ഒരു നിർബന്ധമായിട്ടും ക്വാളിറ്റി ഉറപ്പുവരുത്തും. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഉറപ്പുവരുത്തുമ്പോൾ അത് എന്തിനു സഹായിക്കുന്നുണ്ട്, അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമത, ഫലപ്രാപ്തി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് നീഡ് ടു റെഡ്യൂസ് എറർ ആൻഡ് ഇൻക്രീസ് സേഫ്റ്റി ഇൻ ദ സിസ്റ്റം. അവിടെയെല്ലാം ആ സ്ഥാപനത്തിലുള്ള ഓരോ സംവിധാനങ്ങളിലെയും പിശകുകൾ കുറയ്ക്കാനും തെറ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് വരുന്നത് കുറയ്ക്കാനും നല്ല സേഫ്റ്റി ഓരോ മേഖലയിലും ഉറപ്പുവരുത്താനും നമുക്ക് ഇതിലൂടെ സാധ്യമാണ്. ലാസ്റ്റ് പോയിന്റിൽ എന്ന് പറയുന്നത് the process of accreditation is envisaged to result in a process of fundamental change in technical procedures of service delivery, in the appropriate use of available technologies, in the integration of relevant knowledge, in the resources are used and the effort to ensure social participation. The last point il parayunnathu ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം എന്ന് പറയുന്നത് ഇൻ എ പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ടെക്നിക്കൽ പ്രൊസീജിയർ ഓഫ് സർവീസ് ഡെലിവറി. അതായത് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ സാധാരണ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഒരു അക്രഡിറ്റഡ് സ്ഥാപനം സാധാരണ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ പോലെ ആയിരിക്കും നടക്കുക, ആണോ? ഒരു നോർമൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലെയുള്ള പ്രവർത്തനമായിരിക്കും നടക്കുക. ഒരു അംഗീകാരം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ആ കിട്ടുന്നതിന് മുൻപ് വരെ അല്ല, ആ കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവർക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സില് മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെ? നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇൻ ടെക്നിക്കൽ പ്രൊസീജിയർ, ഇപ്പൊ സർവീസ് വിതരണം ചെയ്യാൻ അവരുടെ സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായിട്ടുള്ള അവിടെ പ്രൊസീജിയേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയുള്ള നല്ല മാറ്റങ്ങളാണ് വരുന്നത്. ഇൻ ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് അവൈലബിൾ ടെക്നോളജീസ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഉചിതമായിട്ടുള്ള ഉപയോഗങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് റെലവന്റ് നോളജ്, അവർക്ക് അറിയായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള അറിവുകളുടെ ഒരു സംയോജനം നടക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദ റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ എഫോർട്ട് ടു എൻഷുർ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സാമൂഹിക പങ്കാളിത്തം നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പരിശ്രമങ്ങളും അതുപോലെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും അവിടെ മതിയായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലൊരു വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം നമുക്ക് ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമായതുമാകുമ്പോൾ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയർ, സർവീസ് വിതരണം ചെയ്യുന്ന പ്രൊസീജിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജീസിന്റെ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസിന്റെ മതിയായിട്ടുള്ള ഉപയോഗത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ
പ്രസക്തമായ നോളജുകളുടെ ഒരു സംയോജനത്തിലായിക്കോട്ടെ, റിസോഴ്സുകളുടെ ഉപയോഗത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന എഫേർട്ടുകളിലായിക്കോട്ടെ, എല്ലാത്തിലും നല്ല രീതിയിലുള്ളൊരു അടിസ്ഥാനപരമായ ഒരു മാറ്റം നമുക്ക് റിസൾട്ട് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് വൈ അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളൊരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ എടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം, ഡൗട്ട്സ് ഇതിനുള്ളിൽ ചോദിക്കട്ടെ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് അക്രഡിറ്റേഷൻ അതോറിറ്റി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ അതോറിറ്റീസ് ആണ്, രണ്ടെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടാവും, ഇവിടെയും അത് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സ്പാൻഡഡ് ഫോംസ് ഈ രണ്ടെണ്ണത്തിന് QCA ആണെങ്കിലും ചോദിക്കാറുണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഈ രണ്ടെണ്ണത്തിന്റെയും എന്താണ് ഷോർട്ട് ഫോമും എക്സ്പാൻഡ് ഫോമും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതിന് ശേഷം ഇനി കുറച്ചെണ്ണം വരുന്നുണ്ട്, പുതിയതായിട്ടുള്ളവയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിൽ ഓരോന്നും നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് നാബ് എന്ന് പറഞ്ഞ സെക്ഷൻ റിമെമ്പേഴ്സ് ആണോ, സ്റ്റാർട്ട് ചെയ്തിരുന്നോ? നാബിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഈ ചാപ്റ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തില്ല? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കേട്ടോ, അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ JCA സ്റ്റാർട്ട് ചെയ്തിരുന്നോ നെക്സ്റ്റ് ക്ലാസ്സിൽ? ഓക്കെ, JCA സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ നാബിന്റെ ആണെങ്കിലും JCA ഒരുപാട് എക്സ്പാൻഡ് ആയിട്ടൊന്നും നമ്മൾ ആ ഒരു ആദ്യത്തെ ഭാഗത്ത് പഠിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഭാഗങ്ങൾ മാത്രം നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. അതിനുശേഷം നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. JCA സെക്ഷനിലാണെങ്കിൽ JCA കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട്, അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് ഹാഫിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ നാബുമായി ബന്ധപ്പെട്ടാണെങ്കിലോ
ഇപ്പൊ നാബിന്റെ എക്സ്പാൻഡ് ഫോം നിങ്ങൾ നോക്കുക, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒന്നുകൂടി പഠിച്ച് വെക്കാട്ടോ, ചോദിക്കാറുണ്ട്. Then NAB is a constituent board for Quality Council of India, set up to establish and operate accreditation program for health care organization. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിക്കുകയും അത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഘടക ബോർഡാണ് NAB എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ, NAB is a constituent board of Quality Council of India. അത് ചോദിക്കാറുണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഘടക ബോർഡാണ് NAB എന്ന് പറയുന്നത്. And is set up to establish and operate accreditation program for a health care organization. For health care organizations വേണ്ടി accreditation പ്രോഗ്രാമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഘടക ബോർഡാണ് NAB എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. Then the board is designed to cater too much desired needs of the consumers and to set benchmarks for progress of the health industry. But ഈ ഒരു ബോർഡ് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് to cater to much desired needs of the consumers. അതായത് ആ ഒരു ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും വരുന്ന കൺസ്യൂമേഴ്സിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് and to set benchmarks for progress of health industry. ആ ആരോഗ്യ മേഖലയുടെ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ ഇൻഡസ്ട്രിയുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയില് കൃത്യമായിട്ടുള്ള ബെഞ്ച്മാർക്സ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതിലൂടെ ആ ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ ആ ഒരു പുരോഗതി ഉണ്ടാക്കുകയും വരുന്ന ഓരോ കൺസ്യൂമേഴ്സിന്റെയും അവർക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ്, അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആവശ്യകതകൾ നിറവേറ്റി നൽകുകയും ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ് NAB എന്ന് പറയുന്നത്. ഇപ്പൊ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. NAB എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCIയുടെ കീഴിൽ വരുന്ന ഒരു ഘടക ബോർഡാണ് NAB. എന്തിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്? സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് NAB എന്ന് പറയുന്നത്. ഇനി ഈ ഒരു NAB പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് to cater to much desired needs of the consumers and to set benchmark for progress of the health industry. ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടിയുള്ള ബെഞ്ച്മാർക്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുക, അതിലൂടെ വരുന്ന ഓരോ കൺസ്യൂമേഴ്സിന്റെയും അവരുടെ ആവശ്യകതകൾ നിറവേറ്റി നൽകുക എന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബോർഡ് കൂടിയാണ് NAB എന്ന് പറയുന്നത്. Then third പോയിന്റിൽ പറയുന്നത് NAB is an institutional member of the International Society for Quality in Healthcare ISQA. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. NAB is an institutional member of the International Society for Quality in Healthcare ISQA-യുടെ എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് അത് ചോദിക്കാറുണ്ട്. ISQA-യുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? മിസ് പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. എക്സാമിന് വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകളായിട്ട് പറയുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ISQA-യുടെ എക്സ്പാൻഡഡ് ഫോം, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പൊ NAB എന്ന് പറയുന്നത് ISQA-യുടെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ, സ്ഥാപക അംഗം കൂടിയാണ് NAB എന്ന് പറയുന്നത്. ഇനി ISQA എന്താണെന്നാണ് അടുത്തതായിട്ട്. ISQA is an international body which grant approval to accreditation bodies in the area of healthcare as a mark of equivalence of accreditation programs of member countries. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ISQA എന്താണെന്നാണ് അവിടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്.
പറയുന്നത് ISQA എന്ന് പറഞ്ഞാൽ is an international body which grants approval to accreditation bodies in the area of health care. ആരോഗ്യ പരിചരണ മേഖലയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഗ്രാന്റ് അപ്രൂവൽ നൽകുന്നതാണ്. അതായത് നാബൊക്കെ എങ്ങനെയായിരുന്നു? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ് അപ്രൂവൽ കൊടുക്കുക, അല്ലെ? ആണോ? റിപ്ലൈ ചെയ്തേ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോ? അപ്പൊ ഈ നാവ് മുതലായിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ആരെങ്കിലും അംഗീകാരം കൊടുക്കണ്ടേ? വേണ്ടേ? നാബ് പോലെയുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡികളുണ്ടല്ലോ, അതിന് അംഗീകാരം അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കുന്നത് ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ISQA എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഹെൽത്ത് കെയർ മേഖലയില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണോ അതിന് ഗ്രാന്റ് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഇന്റർനാഷണൽ ബോഡിയാണ് ISQA എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അതൊന്ന് മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പൊ ISQA എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ISQA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റേഷൻ ബോഡീസ് ഉണ്ട്, നാവ് പോലെയുള്ള അക്രഡിറ്റേഷൻ ബോഡികളുണ്ട്. അവർക്ക് ഗ്രാന്റ് അപ്രൂവൽ നൽകുന്ന ഇന്റർനാഷണൽ ബോഡിയാണ് ISQA എന്ന് പറയുന്നത്. And as a mark of equivalence of accreditation program of member countries, അതായത് ഇതിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള മറ്റുള്ള കൺട്രീസിലെ പോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള തുല്യമായിട്ടുള്ള അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അപ്രൂവല് ഈ പറയുന്ന നമ്മുടെ ഓരോ രാജ്യത്തിലെയും അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഒരുപോലെ നൽകുക എന്നതാണ് ഈ ഒരു ISQA ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണൽ ബോഡിയാണ്. എല്ലാ ഇടങ്ങളിലെയും അക്രഡിറ്റേഷൻ ബോഡികൾ ഒരുപോലെ പ്രവർത്തിക്കാം, ഒരേ മാനദണ്ഡങ്ങളോടുകൂടി ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളിലും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇക്വലൻസ് തുല്യതയായിട്ടുള്ള മറ്റ് മെമ്പർ കൺട്രീസിലുള്ള അക്രഡിറ്റേഷൻ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മുടെ ഓരോ രാജ്യങ്ങളിലും ഇതിലെ അംഗങ്ങളായിട്ടുള്ള ഓരോ കൺട്രീസിലും ഇക്വലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഏരിയാസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അക്രഡിറ്റേഷൻ ബോഡികൾക്കും ഗ്രാന്റ് അപ്രൂവൽ നൽകുന്ന ഇന്റർനാഷണൽ ബോഡിയാണ് ISQA. ISQAയുടെ എക്സ്പാൻഡ് ഫോം എന്താ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ. അപ്പൊ 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ 4 പോയിന്റ്സ് എന്താണ്? ഒന്നാമത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടതാണ് നാബിന്റെ എക്സ്പാൻഡ് ഫോം, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതുപോലെ തന്നെ QCAയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി നാബ് എന്ന് പറയുന്നത് QCAയുടെ ഒരു ഘടക ബോർഡായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. നാബ് പ്രധാനമായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അല്ലെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ പുരോഗതിക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുക, അതിലൂടെ വരുന്ന ഓരോ കൺസ്യൂമേഴ്സിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബോർഡാണ് നാബ്. മൂന്നാമത് പറഞ്ഞത് നാബ് ഇസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ഓഫ് അല്ലെ സ്ഥാപക ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ISQAയുടെ ഒരു സ്ഥാപക അംഗം അല്ലെങ്കിൽ ഒരു സ്ഥാപക ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ കൂടിയാണ് നാബ് എന്ന് പറയുന്നത്. ഇനി ISQA എന്താണ്? ഇന്റർനാഷണൽ ബോഡി, ഒരു അന്താരാഷ്ട്ര ബോഡിയാണ്. എന്തിനു വേണ്ടി? ഹെൽത്ത് കെയർ മേഖലകളിലെ എന്താണ് അക്രഡിറ്റേഷൻ ബോഡീസിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് അപ്രൂവൽ നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ISQA. അതിലെ മെമ്പർ കൺട്രീസിലുള്ള എല്ലാ അക്രഡിറ്റേഷൻ ബോഡീസിനും ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ അംഗീകാരമാണ് ഇവർ നൽകുന്നത്. വേഗം ഒരു 4 പോയിന്റ്സ് വായിച്ചേ. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കണേട്ടാ.
ക്ലിയർ ആണോ? പറയുന്നതൊക്കെ നോട്ട് ചെയ്തിട്ടില്ലേ? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണേ. Then നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ് നാബ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് നാബിന്റെ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മൾ പഠിച്ചു 10 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. നാബിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. Then 100 സ്റ്റാൻഡേർഡ്സ്, 100 സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് അതിന് കീഴിലുള്ളത്. Then 114 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 651 അല്ലേ? ആണോ? അത് ഓരോ എഡിഷൻ കഴിയുമ്പോഴും അതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എഡിഷനുമായി ബന്ധപ്പെട്ട വ്യത്യാസം. അപ്പൊ ഓരോ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴും അവരുടെ എഡിഷൻസ് മാറുന്നതിനനുസരിച്ച് അവരുടെ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് 650 ആവാം, അതല്ല 651 ആവാം, 540, 514 ആവാം, അങ്ങനെ പല നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷെ 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ നാബ് പഠിക്കുമ്പോഴും അത് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ അവിടെ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ എഡിഷൻ എടുക്കുന്നതിനനുസരിച്ച് ആ എഡിഷൻസിലെ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ. അത് എല്ലാ എഡിഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, സെയിം ആയിരിക്കില്ല. Then each accreditation standard, അപ്പൊ അതൊന്നും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത പോയിന്റ്സ് നോക്കണം. Each accreditation standard is a statement of an expectation or requirement which makes it possible to deliver quality care. അപ്പൊ നമുക്കൊരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ is a statement of an expectation or requirement which makes it possible to deliver quality care. നല്ലൊരു ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം സാധ്യമാക്കുന്നു എന്ന് വിവരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ ആണ്. അതായത് നമ്മുടെ പ്രതീക്ഷയുടെയോ അല്ലെങ്കിൽ റിക്വയർമെന്റ് ആവശ്യകതയുടെ ഒരു പ്രസ്താവനയാണ് ശരിക്കും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കൃത്യമായിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രസ്താവിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡിൽ എന്താണ് നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ നമ്മുടെ കൺസ്യൂമേഴ്സ് പ്രതീക്ഷിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ആവശ്യകതയായിരിക്കാം ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഓരോ സ്റ്റാൻഡേർഡും നമ്മൾ അവിടെ നടപ്പിലാക്കുമ്പോൾ മേക്ക് ഇറ്റ് പോസിബിൾ ടു ഡെലിവർ ക്വാളിറ്റി കെയർ, നല്ല ക്വാളിറ്റിയുള്ള ഒരു പരിചരണം വിതരണം ചെയ്യുന്നു എന്നതിനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ രൂപീകരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഈച്ച് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്, ഓരോ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും ഈസ് എ സ്റ്റേറ്റ്മെന്റ്, ഇതൊരു പ്രസ്താവനയാണ്. എന്തിനെ കുറിച്ചുള്ള പ്രസ്താവനയാ? ഓഫ് ആൻ എക്സ്പെക്ടേഷൻ ഓഫ് റിക്വയർമെന്റ്. അവിടെ വരുന്ന ഓരോ ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സിന്റെയും പ്രതീക്ഷകളുടെയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകളുടെയോ ഒരു പ്രസ്താവനയാണ് ശരിക്കും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ഓരോ സ്റ്റാൻഡേർഡ്സും നമ്മൾ കൃത്യമായിട്ട് ഈ നാബുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് ഓരോ കൺസ്യൂമേഴ്സിന്റെയും അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയായിരിക്കാം ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അവിടെ പാലിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കുമ്പോൾ അതിലൂടെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം? അതിലൂടെയുള്ള സാധ്യത എന്താ? ദ പോസിബിൾ ടു ഡെലിവർ ക്വാളിറ്റിക്ക്, നല്ല ക്വാളിറ്റിയുള്ള പരിചരണം വിതരണം ചെയ്യും എന്നതിനുള്ളൊരു സാധ്യതയാണ് ആ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിലൂടെ ഓരോ സ്റ്റാൻഡേർഡിലൂടെയും നമുക്ക് തരുന്നത്. Then last point, objective element is a sub component of standard എന്നാണ് കേട്ടോ. അവിടെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേക്കാം. സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്ന സബ് കമ്പോണന്റ് ആണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്തിനാ? ആദ്യം നമ്മള് എന്താണ് 10 ചാപ്റ്റർ തുറന്നു. ആ 10 ചാപ്റ്ററിനുള്ളിൽ 100 സ്റ്റാൻഡേർഡ്സ്. ഈ 100 സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്സിന് മാർക്ക് ഇടുന്നതും അതിലൂടെയാണ് ഓരോന്നും കൃത്യമായിട്ട് ആ ക്വാളിറ്റി അവിടെ നമ്മൾ ചെക്ക് ചെയ്യപ്പെടുന്നതും. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചതല്ലേ? നിങ്ങള് പഠിച്ചിട്ടില്ലേ? മറന്നുപോയോ?
പഠിച്ചതല്ലേ? ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇവിടെ നോക്കുക. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന് കഴിഞ്ഞ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അതിൽ കീഴിൽ വരുന്നുണ്ട്. അതിന്റെ നമ്പർ ഒന്നും പഠിക്കണം എന്നില്ല കേട്ടോ. അടുത്തത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സും ഇറ്റ്സ് ആൻ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു പ്രതീക്ഷയാണ്. എന്താണ്? ഓഫ് ആൻ എക്സ്പെക്ടേഷൻ. വരുന്ന കൺസ്യൂമേഴ്സിന്റെ പ്രതീക്ഷയോ അല്ലെങ്കിൽ ആവശ്യകതയോ അതിനെ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ശരിക്കും ഓരോ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. കാരണം അതിലൂടെ ആ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കൊണ്ടുവരുമ്പോൾ അതിലൂടെ എന്തിനുള്ള സാധ്യതയാണുള്ളത്? നല്ല ക്വാളിറ്റിയുള്ള പരിചരണം വിതരണം ചെയ്യുമെന്ന ഒരു സാധ്യത നമുക്ക് അതിലൂടെ തെളിയിക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിന്റെ സം കമ്പോണന്റ് ആണ്. സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ആദ്യം ചാപ്റ്റർ, അതിനുശേഷം സ്റ്റാൻഡേർഡ്സ്, അതിനുശേഷം ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി കുറച്ച് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടില്ലേ? പഠിച്ച കുറച്ച് പോയിന്റ്സ് ഇല്ലേ? AAC, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ പഠിച്ചിട്ടില്ലേ? കെയർ ഓഫ് പേഷ്യൻസ്, ഇതൊക്കെ പഠിച്ചതല്ലേ? കുറച്ച് ടേംസ് പഠിച്ചു കാണും. ആ ടേംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കണക്കാക്കിയാൽ മതി. അപ്പൊ അതില് പേഷ്യന്റ് സെന്റേർഡ് എന്നാക്കോട്ടെ. അവിടെ പേഷ്യന്റ് സെന്റേർഡ് എന്നാണേ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് കേട്ടോ. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് മാത്രമല്ല, അതായത് ഓർഗനൈസേഷൻ സെന്റേർഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് assessment and continuity of care, AAC standards for registration, admission, discharge, transfer and referrals processes are covered in this group and properly taken care of using the patient administration system PAS module of an HMIS. So ഇവിടെ assessment and continuity of care. അപ്പൊ AAC യുടെ എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കും കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. AAC ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ മതി. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പിൽ കവർ ചെയ്യുക? രജിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റലിലെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് പ്രവേശനം വേണം. അസസ് ചെയ്യാന്ന് പ്രവേശിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പ്രവേശനം വേണമെങ്കിൽ നമ്മൾ അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യണം, ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്താലല്ലേ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലേക്കുള്ള പ്രവേശനം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ രജിസ്ട്രേഷൻ ചെയ്യണം, അല്ലെ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയേ. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ അതിനുശേഷം നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്തു? അസസ് ചെയ്തു, അല്ലെ? പ്രവേശനം നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അസസ്മെന്റുകൾ നടത്തും, വിലയിരുത്തൽ നടത്തും, അല്ലെ? പലതരത്തിലുള്ള പരിശോധനകൾ നടത്തും. നമ്മുടെ വിലയിരുത്തൽ നടത്തി ആ കണ്ടിന്യൂറ്റി ഓഫ് കെയർ നമുക്ക് തുടർ പരിചരണങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും? ഡിസ്ചാർജ് അനുഭവിക്കും. അല്ല, ഇനി നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ട്രീറ്റ്മെന്റിനേക്കാൾ കുറച്ചുകൂടി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്താണ് അവർ തരാം? റെഫറൽ തരും, ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു വലിയ ഉയർന്ന സ്ഥാപനം, നല്ല പരിചരണം കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക് റെഫറലോടുകൂടി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക, അല്ലെ? അപ്പൊ ഇത്രയും പ്രോസസ്സ് എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ ഒരു ഗ്രൂപ്പിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ AAC എന്ന് പറയുന്ന മാനദണ്ഡങ്ങളിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ആൻഡ് റെഫറൽ. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സുകൾ ഈ ഒരു ഗ്രൂപ്പിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്.
properly taken care of using the patient administration system module of HMIS, നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് PAS module എന്താണ് പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രോപ്പർലി എന്ത് ചെയ്യുന്നു, ശരിയായ രീതിയിൽ ടേക്കൻ കെയർ ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇങ്ങനെ ഓരോ പ്രോസസ്സുകളും കൈകാര്യം ചെയ്യുന്നതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിനും ശരിയായ രീതിയിൽ അവർക്ക് പ്രവേശനം ലഭിക്കുന്നു. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവരുടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കൊടുക്കുന്നു. ആ ഒരു കെയറിന്റെ കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് തന്നെ അവർക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നു. അവരെ ട്രാൻസ്ഫർ ചെയ്ത് റെഫറലോടുകൂടി ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നു. ഇത്രയും അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ആ ഒരു പ്രോസസ് എല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ കവർ ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി HMIS-ലെ PAS മോഡ്യൂൾ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ പരിചരിച്ചുകൊണ്ട് അവർക്കത് നടപ്പിലാക്കുകയും ചെയ്യും. വേഗം ഫസ്റ്റ് വൺ ഒന്ന് വായിച്ചു നോക്കി. Okay. Then second one ആണ് patient rights and education, PRE. underline ചെയ്യാട്ടോ. Patient rights and education standards related to consent recording or achieving are an important constituent of this group. The application to making them available across time and space. For പേരിൽ നിന്ന് മനസ്സിലാക്കാം പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും അവർക്ക് കിട്ടേണ്ട കൃത്യമായ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്ന കാര്യം. പ്രധാനമായിട്ടും അവർക്ക് ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയതിനു ശേഷം അവരിൽ നിന്ന് സമ്മതം വാങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺസെന്റ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡിന് കീഴിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും കൃത്യമാണ്. അതുപോലെ മേക്കിംഗ് ദം അവൈലബിൾ അക്രോസ് ടൈം ആൻഡ് സ്പേസ്. അവർക്ക് കിട്ടേണ്ട ആ ഒരു റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ് ഏത് സമയത്തും എവിടെയും അവർക്ക് കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് നൽകിയിരിക്കണം. അപ്പൊ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ ഓരോ പേഷ്യൻസിനെയും റൈറ്റ്സും അവർക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷൻസിനെ കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം അവർക്ക് കൃത്യമായി ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, കൃത്യമായി അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ അവർക്ക് കൈമാറുകയും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം അവരിൽ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് അവരിൽ നിന്ന് സമ്മതം വാങ്ങി അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക. അത് ഏത് സമയത്തും ഏത് സ്ഥലത്തും അവർക്കത് ലഭ്യമാക്കി നൽകുക എന്നതും ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. വേറാണോ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ? ഓക്കെ ആണോ? Okay. Then third one are care of patients, COP. Care of patients by using specialty specific clinical form sets. ICT ensures standardized delivery of clinical care across all locations and department of a hospital. ഇവിടെ care of patients പറഞ്ഞാൽ പേഷ്യൻസിന്റെ രോഗികളുടെ പരിചരണം. അപ്പൊ ശരിയായ രീതിയിലുള്ള പരിചരണം, സ്പെഷ്യാലിറ്റി യൂസിങ് സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫോം സെറ്റ്. നമുക്കറിയാം ക്ലിനിക്കൽ പരമായിട്ടുള്ള പലതരത്തിലുള്ള ഫോമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ ആ ഒരു ക്ലിനിക്കൽ ഫോംസ് നമ്മളിപ്പോ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫോംസ് ഉണ്ട്, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫോമുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഫോമുകളുണ്ട്. അങ്ങനെ ഓരോ ഫോംസും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇല്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ ആ ഒരു ഫോമില്?
ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രൈമറി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം. അത് കൂടാതെ ആ ഒരു പേഷ്യൻസിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ കൺസൾട്ടേഷന് മുൻപാവാം, അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നോ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ അവർ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനിലൂടെ ചോദിച്ച് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ക്ലിനിക്കൽ ഫോംസ് സെറ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തി അവർക്ക് നല്ല രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പരിചരണം നൽകുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ ICT എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലുകൾ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രയലുകളിലൂടെ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഡെലിവറി കൊണ്ടുവരാനായിട്ട് കൃത്യമായിട്ട് എല്ലാ ലൊക്കേഷനിലും എല്ലാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളും ഇത് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡോട് കൂടിയുള്ളൊരു ഡെലിവറി പരിചരണം എന്ത് ചെയ്യണം, കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലുകൾ കൊണ്ടുവരിക, ക്ലിനിക്കൽ ഫോമുകളിലേക്ക് പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഓരോ പേഷ്യൻസിനെ കുറിച്ചുമുള്ള മതിയായ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ എക്സാമ്പിൾ വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്ത് അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പൂർത്തിയാക്കേണ്ട കുറെ ഗോളുകളുണ്ട്. അത് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് വന്നാൽ ആ വന്ന സമയം മുതൽ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കുന്നത് വരെ എന്തൊക്കെ കുറെ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, അല്ലെ? അല്ലാതെ ഒരു ഓർഡർ ഇല്ലാതെ അല്ലല്ലോ, സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനനുസരിച്ച് ഓരോ വരുന്ന ട്രീറ്റ്മെന്റ് വേണ്ടി അല്ലെങ്കിൽ കെയർ കൊടുക്കാൻ വേണ്ടി വരുന്ന ഓരോ പേഷ്യൻസ് വരുമ്പോഴും അവിടെ ഒരു സമയവും ലാഗിക്കാതെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കുക, അതിലൂടെ ആവശ്യമായിട്ടുള്ള റിസൾട്ടുകളിലേക്ക് എത്തുക എന്ന രീതിയിലുള്ള ഒരു വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാക്കുകയും വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പരിചരണം വിതരണം ചെയ്യാനും സാധിക്കുക എന്നതാണ് കെയർ ഓഫ് പേഷ്യൻസിലൂടെ പറയുന്നത്. Clear ആണോ? കെയർ ഓഫ് പേഷ്യൻസ്. Okay. Then next one ആണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. അതും നോട്ട് ചെയ്യണം കേട്ടോ. The healthcare professionals need assistance while choosing a medication from a large list of medication available with respect to drug interaction and individual sensitivity. Develop electronic medication administration reconciliation module. ഇവിടെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണ് പറയുന്നത്. അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് നീഡ് അസിസ്റ്റൻസ്, ഒരു സഹായം ആവശ്യമായി വരും. കാരണം ഇപ്പൊ ഒരു ലാർജ് ലിസ്റ്റ് ഓഫ് മെഡിസിൻസിൽ നിന്നും ഈ വരുന്ന ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഒരു അസിസ്റ്റൻസിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില പേഷ്യൻസിന് നമുക്കറിയാം ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി ഉണ്ട്, അല്ലെ? ഡ്രഗ് ഇന്ററാക്ഷൻസുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ അതിന് ഇത്രയും ലിസ്റ്റിൽ നിന്നും ആ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള അലർജി ഉള്ള അല്ലെങ്കിൽ ഡ്രഗിന് ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി ഉള്ള മരുന്നുകൾ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രം ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് ഒരു അസിസ്റ്റൻസ് ചിലപ്പോ അല്ലെങ്കിൽ ഒരു സഹായം ചിലപ്പോ ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഓരോ അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് ഡ്രഗ്സ് ആയിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇലക്ട്രോണിക് പരമായിട്ടുള്ള മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിക്കൺസൈൽ മോഡ്യൂളുകൾ വികസിപ്പിക്കാം. അപ്പൊ ഇലക്ട്രോണിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ അവർക്ക് ആ ഒരു മെഡിസിൻസുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിക്കൺസൈൽ മോഡ്യൂൾ എന്ത് ചെയ്യുക, സ്ഥാപിക്കുകയും അത് വികസിപ്പിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുക. അതിന്റെ സഹായത്തോടു കൂടി എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് എന്താണ് അവർക്ക് ആവശ്യമില്ലാത്ത ഡ്രഗ്സ് ഒഴിവാക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ളവരെ ചൂസ് ചെയ്യാനും അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളവ അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് സാധിക്കും.
അതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഒന്നുകൂടെ പറയണോ? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് വരുന്ന ഓരോ പേഷ്യൻസിനും ഒരുപാട് മരുന്നുകൾ അവർക്ക് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആളുകളുടെ കേസിൽ നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് എല്ലാ മരുന്നുകളും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിക്കാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് ചില ആളുകൾക്ക് ഡ്രഗ് ഇന്ററാക്ഷൻസുമായി ബന്ധപ്പെട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ ഇതുപോലെ അലർജീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ ഒക്കെ ചില മരുന്നുകൾക്ക് അവർക്ക് ആ ഒരു ചില കമ്പോണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മരുന്നുകൾക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും ലാർജ് ലിസ്റ്റ് ഓഫ് മെഡിസിൻസിൽ നിന്നും ഇവർക്ക് അനുയോജ്യമായിട്ടുള്ളവ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നമ്മൾ പെട്ടെന്ന് നമുക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും ഡെലിവർ ചെയ്യണമെങ്കിൽ അതിന് എന്ത് ഡെവലപ്പ് ചെയ്യുക, ഇലക്ട്രോണിക്കലി ഇങ്ങനെ മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ റിക്കൺസിലേഷൻ മോഡ്യൂളുകൾ നമുക്ക് എന്ത് ചെയ്യുക, സിസ്റ്റത്തിൽ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള മോഡ്യൂളുകൾ സിസ്റ്റത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു അസിസ്റ്റൻസ്, ആ ഒരു സഹായം ആ ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് വളരെ എളുപ്പത്തിൽ കിട്ടുകയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകൾ വരുന്ന ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ളവ സെലക്ട് ചെയ്ത് ആ ഒരു ലിസ്റ്റിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് എളുപ്പത്തിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ. Then next one ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഹോസ്പിറ്റൽസിന്റെ ഇൻഫെക്ഷൻ, അത് വേറൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇതില് HIC-യിൽ വരുന്നതാണ്. Then next one, facilities management and safety, FMS. A material management system which include stores management, takes care of all the processes related to equipments and device life cycle. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS എന്ന് പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. പഠിച്ചതല്ലേ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിച്ചതാണ് അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഓർഡർ ചെയ്യുക, അത് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക, അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട സ്റ്റോറുകളുടെ മാനേജ്മെന്റ്, ടേക്ക് കെയർ ഓഫ് ഓൾ ദ പ്രോസസസ് റിലേറ്റഡ് ടു എക്വിപ്മെന്റുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഡിവൈസുകളുമായി ബന്ധപ്പെട്ട അതിന്റെ ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ്, റിപ്പയർ, അതുപോലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, അതിനനുസരിച്ച് ഓർഡർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, ആ സ്റ്റോറിന്റെ മാനേജ്മെന്റ്, അങ്ങനെ മെറ്റീരിയൽസിന്റെ എല്ലാ തരത്തിലുള്ള പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏതിൽ കവർ ചെയ്യുന്നതാണ്? ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ FMS-ൽ ക്ലിയർ ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? FMS ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലാണ്, ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ. Then next one ആണ് human resource management, HRM, a standard functionality mapping to an HRM module in an HMIS is necessary to meet these standards. Human resource management എന്താ? HRM, അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ്, കൃത്യമായിട്ട് അവരെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട്മെന്റ് നടത്തുക, അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി മാപ്പിംഗ്, പ്രവർത്തനപരമായിട്ടുള്ള ഒരു മാപ്പിംഗ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും നടത്തുക എന്നതാണ് HRM-ന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ HRM സ്റ്റാൻഡേർഡില് വളരെ സ്റ്റാൻഡേർഡോട് കൂടി തന്നെ വളരെ പ്രവർത്തനങ്ങൾ, അവർക്ക് ഓരോ പ്രവർത്തനങ്ങളും വളരെ സ്റ്റാൻഡേർഡോട് കൂടി അല്ലെങ്കിൽ നിലവാരത്തോടു കൂടി തന്നെ ആയിരിക്കണം ഈ HRM മോഡ്യൂളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള സെലക്ഷൻ, കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ്, അതിനനുസരിച്ചുള്ള നിയമനം, അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരിശീലനങ്ങൾ, മറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM-ൽ വരുന്നത്. എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് കവർ ചെയ്തതായിരിക്കും അല്ലേ? ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. എന്താണ് ഇന്ന് രാവിലെ തന്നെ ഉറങ്ങുവാണോ എല്ലാവരും? ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവാറുള്ളൂ? ആകെ ഇത്ര 17 പേരേ ഉള്ളല്ലോ, 17 ഇല്ല അല്ലെ?
ആകെ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ. ഇത്രയും സ്ട്രെങ്ത് ആണ് ഉണ്ടാകാറുള്ളൂ. അത് ഇന്ന് കുറവായിട്ടാണ്, ഇന്നൊരു ദിവസത്തേക്കാണ് ഇത്രയും കുറവ് ഉണ്ടാവാറുണ്ടോ? അത് പേഷ്യന്റ് സെന്റേർഡ് അല്ല കേട്ടോ. മിസ് പറഞ്ഞ പേഷ്യന്റ് സെന്റേർഡിൽ മാത്രം വരുന്നതല്ല, രണ്ടും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇതില്. ഓർഗനൈസേഷൻ സെന്റേർഡ് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡിലല്ല, അത് രണ്ട് നിങ്ങൾ രണ്ട് പഠിച്ചില്ല, അത് രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഹെഡിങ് അത് മാത്രമേ കുറിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം മിസ് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, next one ആണ് Information Management System, IMS. A modern HMIS take care of the information needs of the care providers, management of the organization as well as other agencies that require data and information from the organization to important HMIS modules which cover the standards covered in this section are Central Sterilization and Store Department module and Biomedical Waste Management module. ഇവിടെ Information Management System എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ടുള്ള മോഡേൺ HMIS എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർക്ക് കെയർ പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം, ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആയിരിക്കാം, അല്ല എങ്കിൽ ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസും ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഇൻഫർമേഷൻസിന്റെയും ഒരു മാനേജ്മെന്റും കൃത്യമായിട്ടുള്ള ഒരു ടേക്ക് കെയറുമാണ് ഈ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് HMIS മോഡ്യൂളുകളാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യുന്ന രണ്ടെണ്ണമാണ്. സെൻട്രൽ സ്റ്റെറിലൈസ്, നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് CSST പഠിച്ചത് അല്ലെ. ഇങ്ങനെയും പറയാറുണ്ട്, സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. ആ ഒരു CSST, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മോഡ്യൂൾ. അപ്പൊ ഈ രണ്ടെണ്ണവും കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യേണ്ട ഏരിയ ആയതുകൊണ്ട് ഇത് രണ്ടെണ്ണം ഈ ഒരു മോഡ്യൂളിൽ വരുന്ന അല്ലെങ്കിൽ ഇതിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, കാരണം ഇവിടുത്തെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഇൻഫർമേഷൻസും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കെയർ പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട് അതുപോലെ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായി ടേക്ക് കെയർ ഓഫ് ചെയ്യണം. അതുകൂടാതെ അതിൽ പ്രത്യേകമായിട്ട് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് ഈ ഒരു CSST അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ്, കണ്ടിന്യൂസ് ക്വാളിറ്റി CQM ആണ് കേട്ടോ. CQI എന്നാണ് എടുക്കുന്നത്, M ആണ്. കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ഇന്റലിജൻസ് HMIS which is capable of reporting key performance indicators. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ key performance indicators. കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ key performance indicators ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചില്ലേ, ഒരു 32 ഫോർമുലാസ് ഒക്കെ പഠിച്ചില്ലേ. Key performance indicators, quality management എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതല്ലേ. അപ്പൊ അങ്ങനെ ഈ key performance indicators ഉപയോഗിച്ചുകൊണ്ട് achieving the standards mentioned section. ഇപ്പൊ ഈ എല്ലാ സെക്ഷനിലും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് അത് അവർ നിറവേറ്റുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ key performance indicators ഉപയോഗിച്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അല്ലെ. ആ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് അവർ തുടരുന്നുണ്ടോ എന്ന് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ വിലയിരുത്തുകയും അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതാണ് കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റിന് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, ROM, responsibilities of management. A modern HMIS is capable of creating a hierarchy of roles with robust role-based security rules, thereby ensuring proper accountable hospital management. ഇവിടെ ROM ൽ പറയുന്നത് ഇത്രയുള്ളൂ, is capable of creating a hierarchy of roles. അപ്പൊ നമ്മളിവിടെ അവിടെയുള്ള
റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഓരോ ഓർഗനൈസേഷനിലെയും എംപ്ലോയീസിന് കൃത്യമായിട്ട് അവരുടെ ഹൈറാർക്കി പൊസിഷനുകൾ അനുസരിച്ച് കൃത്യമായിട്ടുള്ള റോളുകൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. ഇല്ലേ? ഓരോ സ്ഥാപനത്തിലും എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ആണോ എല്ലാവർക്കും ഉണ്ടാവുക? ആണോ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അല്ല അല്ലെ? അവരുടെ ആ ഒരു ലെവൽ ഓഫ് പൊസിഷൻ അനുസരിച്ച് ഓരോ റോളുകൾ അനുസരിച്ച് ഈ അനുയോജ്യരായവർക്ക് ഓരോ റോളുകൾ കൊടുക്കുക. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ റോൾ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി റോളുകൾ കൊടുക്കുക. അതിനനുസരിച്ച് thereby ensuring പ്രോപ്പർ അക്കൗണ്ടബിൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നാണ്. അപ്പൊ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള റോളുകളും അതിൻ്റെതായിട്ടുള്ള റൂൾസും കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുകയാണ്. അപ്പൊ അവർ കൃത്യമായിട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള മാനേജ്മെന്റ് എളുപ്പമായി അല്ലെ? അത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്ത് നടത്തുകയും നല്ല രീതിയിൽ അത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ റോമില് പറയുന്നത്. അവിടെ ഓരോരുത്തർക്കും ഹൈറാർക്കി അനുസരിച്ച് അവർക്ക് റോളുകൾ കൊടുക്കുക. അതിനനുസരിച്ചുള്ള റോൾ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി റോളുകൾ കൊടുക്കുക. ആ റോളുകൾ അവർ നടപ്പിലാക്കുക. അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നടപ്പിലാക്കുകയും അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞവരിന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.